തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി DMK പ്രകടന പത്രിക പുറത്തിറക്കി. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുന്നതാണ് പത്രിക. ചെന്നൈയിൽ വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രകടന പത്രിക പുറത്തിറക്കിയത്. സാധാരണയായി DMK പ്രകടന പത്രിക ഹീറോ ആണെങ്കിൽ ഇത്തവണ സൂപ്പർ സ്റ്റാർ ആണെന്നാണ് സ്റ്റാലിൻ അവകാശപ്പെടുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസ സാമ്പത്തിക സഹായം 1000-ൽ നിന്ന് 2000 ആക്കുമെന്നതാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന്. നിരവധി ജനക്ഷേമ വാഗ്ദാനങ്ങളും DMK പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണ പദ്ധതി 8ാം ക്ലാസ് വരെ നീട്ടും. ടെലിവിഷൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ പുതിയതായി വാങ്ങാനോ മാറ്റി വാങ്ങാനോ സഹായിക്കുന്ന 8000 രൂപയുടെ കൂപ്പൺ നൽകുന്ന ഇല്ലത്തരസി പദ്ധതിയാണ് പത്രികയിലെ ശ്രദ്ധേയ വാഗ്ദാനങ്ങളിൽ മറ്റൊന്ന്. സ്വയം സഹായ സംഘാംഗങ്ങളായ സ്ത്രീകൾക്ക് സബ്സിഡിയോടെ ഈടില്ലാതെ 5 ലക്ഷം രൂപ വരെ വായ്പാ വാഗ്ദാനങ്ങളുണ്ട്. വയോജന പെൻഷൻ 1200-ൽ നിന്ന് 2000-ഉം ഭിന്നശേഷിക്കാർക്കായുള്ള പെൻഷൻ 1500-ൽ നിന്ന് 2500 ആക്കുമെന്നും വാഗ്ദാനം. 2 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി 2030ഓടെ എല്ലാ ജില്ലകളിലും നിയോ ടൈഡൽ പാർക്കുകൾ സ്ഥാപിക്കും. സ്ത്രീ തൊഴിലാളികൾക്ക് സഹായകമായി ശിശുപരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും പത്രികയിൽ പറയുന്നു. ഉപരിപഠനം നടത്തുന്ന 35 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും സർക്കാർ ആശുപത്രികൾ ഡയാലിസിസ് കേന്ദ്രങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്നു മുതലാണ്. 234 സീറ്റുകൾ അടുത്ത മാസം 6 വരെ പത്രിക നൽകാം. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.